ചോദിക്കാനുള്ളത് ഇവിടെ ആക്ടിങ് രീതികൾ അല്ലെങ്കിൽ ജോണർ, എന്തുകൊണ്ട് ഈ കഥാപാത്രം, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ബോബി സഞ്ജയുടെ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. മൈക്ക് ഒന്ന് കൈ പൊക്കിയാൽ മൈക്ക് അവിടെ എത്തിക്കാം. മൈക്ക് വേണ്ടാത്ത ആള് തുടങ്ങി സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ സിനിമ വരുന്നതെന്നുള്ളത് അത്ര ഒരു സബ്ജക്റ്റാണ്. 4 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ഇവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ആ കുട്ടിയെ ഒന്ന് എടുത്തു പിടിച്ചുകൊണ്ടുള്ള ആ ഒരു അഭിനയം എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കാം. ആക്ച്വലി പറയുകയാണെങ്കിൽ അതിന് നന്ദി പറയേണ്ടത് എൻ്റെ അച്ഛനോടും അമ്മയോടും ആണ്. കാരണം 4 ദിവസമായിട്ട് ഒരു കുട്ടി ജനിച്ചിട്ടാണ്. കുട്ടീനെ കൊണ്ട് സെറ്റിൽ വരുന്നത്. സെറ്റിൽ എല്ലാവർക്കും അറിയാം ഒരു അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ന്യൂ ബോൺ ബേബിക്ക് പറ്റുന്ന അറ്റ്മോസ്ഫിയർ അല്ല ഷൂട്ടിംഗ് സ്ഥലം. പക്ഷെ അതിന് വില്ലനായിട്ട് അച്ഛനും അമ്മയും അതിന് നിൽക്കുകയും ആ അമ്മക്ക് ഒരുപാട് കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ കൊച്ചിന് ഫുൾ ടൈം കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ കൊച്ചിനെ ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ കൊച്ചിനെ ഉറങ്ങണം. 4 ദിവസമേ ആയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവരും ഡിസ്റ്റർബാണ്. കാരണം സംഭവിക്കരുത്. കാരണം പല അസുഖങ്ങളും വരാൻ സാധ്യതയുള്ളതാണ് ഇനീഷ്യൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ സബ്ജക്റ്റ് നടക്കണമെന്നും എനിക്ക് തോന്നുന്നു അതിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. കാരണം എന്തെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ അത് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഭാഗ്യത്തിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. ജനിച്ച കുട്ടികൾ എടുക്കാന്ന് ഭയങ്കര പാടാണ്. പക്ഷെ അത് മാത്രമല്ല, അത് കൊച്ചിനോട് നമ്മൾ ഓടണം, വണ്ടി കയറണം, ഇറങ്ങണം, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് പടത്തിനകത്ത്. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഷൂട്ടിംഗ് തീർക്കാൻ സാധിച്ചു. അപ്പോൾ അച്ഛനോടും ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും നന്ദി പറയുന്നു. നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഒരു തീരുമാനം ഭയങ്കര ഒരു തീരുമാനമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ അങ്ങനെ തീരുമാനം എടുക്കുമല്ലോ, എനിക്ക് ഭയങ്കര പേടിയുള്ളതാണ്. പക്ഷെ അവരത് ഈ സിനിമയുടെയും ഈ സ്ക്രിപ്റ്റിൻ്റെയും ഈ സിനിമ നടക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഇതിൻ്റെ കൂടെ നിന്നു എന്ന് പറയുന്നത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. സന്തോഷം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ ടാസ്ക് ആരെടുക്കും? അപ്പം അഖിലെ സംബന്ധിച്ച് അഖില് കുറച്ച് ജൂനിയറാണ്. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഇത്ര ദിവസമുള്ള ഒരു കുട്ടി വരണം, അപ്പം അഭിനയിക്കണം, ഒപ്പം ഉണ്ടാവണം. അപ്പൊ പുറത്തുനിന്ന് ഇങ്ങനെ ഒരു കുട്ടീനെ കിട്ടുമെന്ന് ഡൗട്ട് ഉള്ളത് കൊണ്ടിട്ടും നമ്മുടെ ഒരു വിഷമം ഈ സ്ക്രിപ്റ്റ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അഖില് പറഞ്ഞു, സാറേ അവനതിനും ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഭായ്, സർവം വിജയം ആശംസകൾ ബേബി ഗേളിന്. മിലിയിൽ വെച്ചാണ് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടുമുട്ടിയത്. പട്ടം, പേട്ട, വെള്ളയമ്പലം, പേരൂർക്കട, ഈ എങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ എക്സ്പീരിയൻസ് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത്? ലൊക്കേഷൻ തിരുവനന്തപുരം അല്ലായിരുന്നോ? തിരുവനന്തപുരം എക്സ്പീരിയൻസാ? തിരുവനന്തപുരം നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ. മിലി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബേബി ഗേൾ രണ്ടാമത് ഷൂട്ട് ചെയ്തു. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. സുഹൃത്തുക്കളൊക്കെ കാണാൻ സാധിച്ചു. ലിസ്റ്റിൻ ചേട്ടന്റെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ചേട്ടന്റെ ഫസ്റ്റ് സിനിമയാണ് ട്രാഫിക്. അത് റിലീസാവുന്നത് 2011 ജനുവരിയിലാണ്. 15 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ജനുവരിയിലാണ് ബേബികൾ വരുന്നത്. ഈ സിനിമ കുറച്ചും കൂടി ചേട്ടൻ വളരെ ഇമോഷണൽ ആയിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇമോഷണൽ ആയിട്ട് വളരെ സിനിമനെ സമീപിക്കുന്ന ആളായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചേട്ടൻ ചോദിച്ച് മേടിച്ച സിനിമയാണോ അതോ കോയിൻസിഡൻഷ്യലി ഇങ്ങനെ വന്നതാണോ? ഇതെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സഞ്ജയ്, ഞാൻ എൻ്റെ ഓരോ സിനിമകളിലും ഉള്ള പേരാണ് ബോബി സഞ്ജയ്. കാരണം എനിക്കൊരു തുടക്കം തന്ന ഒരാൾ. കാര്യം ഞാൻ അദ്ദേഹം അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടാണ് വന്നതെങ്കിൽ പോലും മിക്ക സിനിമകളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് ഈ സിനിമ സംഭവിച്ചത്. പിന്നെ ഞങ്ങൾക്കിത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി 7th ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഞങ്ങൾ ഈ സിനിമയുടെ റീറെക്കോർഡിങ്ങും അതെല്ലാം കുറച്ച് ലേറ്റായി പോയത് കൊണ്ടിട്ട് അത് ആ സമയത്ത് സംഭവിച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഏർലിയായിട്ട് ചെയ്യേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ജനുവരിയിൽ തന്നെ ഈ സിനിമ ചെയ്യാൻ പറ്റിയതും ഞങ്ങളൊരു വലിയൊരു സന്തോഷമാണ്. ആക്ച്വലി ഭയങ്കര
ഓവർവെൽമിംഗ് ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ട്രെയിലറൊക്കെ കണ്ടിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് പരിപാടി, ട്രാക്ക് മാറ്റുന്നതാണോ? അങ്ങനെയൊന്നുമില്ല. നമ്മളിങ്ങനെ കരിയറിന്റെ പാത്തിലൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തും, അവിടെ നിന്ന് ടേൺ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവർ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളുടെ കോമഡികളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് മാറ്റിയിട്ട് വേറെയും നീ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് സംസാരിച്ചു തുടങ്ങിയ സമയത്താണ് എന്നിലേക്ക് ഈ കഥ എത്തുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുമാണ് ഇതിന്റെ കഥ കേട്ടതും ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീടുള്ള എല്ലാ പ്രോസസ്സിലും ഇതിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ശ്രമമാണ് ഒരു ടേൺ എടുക്കാനുള്ള. അങ്ങോട്ടേക്ക് കയറി ഇനിയെല്ലാം 23 നിങ്ങൾ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നതനുസരിച്ചിട്ട് ഇരിക്കും നമ്മളുടെയും ഡിസിഷൻ ട്രാവൽ കറക്റ്റ് ആയിരുന്നോ എന്നറിയാം. അപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടെ, എല്ലാ സിനിമകളും പ്രതീക്ഷയോടെയാണ്, പക്ഷെ ഈ സിനിമ കുറച്ചുകൂടി പേഴ്സണലാണ്. പ്രോസസ്സിൽ തന്നെ ഭയങ്കര സന്തോഷം കിട്ടിയ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു 23 എല്ലാവരും കാണുക. എന്നിട്ട് ജെന്യുവിനായിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നമ്മളെ തിരുത്താനും നമ്മളോട് പറയാനൊക്കെ, കാരണം ഇത്രയും ഞാൻ ചെയ്ത എല്ലാ സിനിമകളിലും നിങ്ങൾ തന്നെ അത്രയും അടുത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്ത് തോന്നിയാലും പറയാ എന്നാണ് പറയുന്നത്. താങ്ക് യു. ടി എന്നുള്ള സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ജീവ സാർ വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രൊഡ്യൂസർ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു സിനിമ എങ്ങനെ വന്നാലും ഒരു 45 ദിവസത്തിൽ തീർക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് അതൊരു നഷ്ടത്തിലേക്ക് വരുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചായിരുന്നു. എത്ര വലിയ ബഡ്ജറ്റുള്ള സിനിമയാണെങ്കിലും ഒരു 45 ദിവസത്തിൽ തീർക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞായിരുന്നു. അപ്പോൾ മലയാള സിനിമയിൽ പണ്ടൊക്കെ 15 ദിവസം 20 ദിവസം 30 ദിവസം കൊണ്ടൊക്കെ എത്ര വലിയ സിനിമയാണെങ്കിലും ഐ.വി. ശശിയുടെ സിനിമകളടക്കം ബ്രഹ്മാണ്ഡ സിനിമകളടക്കം തീർത്തിട്ടുണ്ട്. അന്ന് അത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നുള്ളൂ, ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് വളരെ അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് എത്ര ഷോട്ട് വേണേലും വരെ എടുക്കാം. എന്നിട്ടും എന്താണ് മലയാള സിനിമകൾ പോലും ഒരു 40 ദിവസത്തിലും 50 ദിവസത്തിലൊക്കെ തീർക്കാൻ പറ്റാത്തത്? ഞാൻ സത്യത്തിൽ ഇത് ഇവരോട് പറഞ്ഞു മടുത്തു. കാരണം എത്രയും പെട്ടെന്ന് തീർക്കാൻ ഞാൻ പറഞ്ഞു, കാരണം അത്രയും ചെലവ് എനിക്ക് കുറഞ്ഞിരിക്കും. ഈ സിനിമ തന്നെ ഒറ്റ ദിവസം നടക്കുന്ന സിനിമയാണ്, എന്നിട്ട് പോലും ഒരു 50 ദിവസം എടുക്കും. വിഷയം ഒരു ദിവസം നടക്കുന്നതാണെങ്കിൽ ഷൂട്ട് ചെയ്യാനായിട്ട് 50 ദിവസം എടുക്കുക. ഇത് ഒരുമിച്ചിരുന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യും ഈ സാധനം. കാരണം ഇതേ ഡൗട്ട് എനിക്കുണ്ട്. ഞാനിത് നമുക്കതൊന്ന് ഇത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യാം. കാരണം ഇതൊരു രക്ഷയില്ല. കാരണം സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സംഭവമാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഭയങ്കര പ്ലാനിങ്ങും പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷെ ഇത് തുടങ്ങി കഴിയുമ്പോൾ ഇതിന്റെ പ്ലാൻ എല്ലാം തെറ്റിപ്പോവാം. അപ്പോൾ ഇത് ഒരു 60 ദിവസം പ്ലാൻ ചെയ്ത സംഭവം ചിലപ്പോൾ ഇതൊരു 75 ദിവസം പോകും, അല്ലെങ്കിൽ 80 ദിവസം പോകും. പല സിനിമകളിലും നടക്കാറുണ്ട്. പിന്നെ ഈ ചില ഐഡിയാസ് ഇപ്പോൾ സ്പോട്ടിലായി അങ്ങനെ വരുമ്പോഴാണല്ലോ ബഡ്ജറ്റും കൂടുന്നത്. അപ്പോൾ ഹൈ ബഡ്ജറ്റ് സിനിമ കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നാണ് ഒരു ധാരണ. ഇപ്പൊ പഴയ പോലെ OTT-ലൊക്കെ പടങ്ങൾ മലയാള സിനിമകൾ സെല്ലാവുന്നുണ്ടോ? കാരണം ഒരിടക്ക് പ്രൊഡ്യൂസേഴ്സ് പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമകൾ അങ്ങനെ എടുക്കുന്നില്ല, തിയേറ്ററിൽ ഓട്ടം നോക്കിയിട്ടൊക്കെയാണ് എടുക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയാണ് OTT നമുക്ക് ഫ്രണ്ട്ലി ആണോ? അല്ലെ, ഇപ്പോ നിങ്ങൾക്കറിയാം ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഒരു സ്വഭാവം തന്നെ ഇപ്പൊ മാറിപ്പോയപ്പം അതുകൊണ്ടിട്ടാണ് എന്താ പറയുക, എല്ലാ സിനിമകളും ഇപ്പൊ ആഫ്റ്റർ റിലീസ് ആണ് നടക്കുന്നത്. നേരത്തെയൊക്കെ പ്രീ സെയിൽ നടക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ളൊരു കുറെ നാളുകളായിട്ട് ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അനുഭവിക്കുന്ന ഒരു വിഷയം തന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും തന്നെ പ്രീ സെയിൽ നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പൊ ആമസോൺ കുറെ നാളുകളായിട്ട് പടം വാങ്ങുന്നില്ല. നെറ്റ്ഫ്ലിക്സ് നിങ്ങൾക്ക് നോക്കി അറിയാം, കുറെ നാളുകളായിട്ട് പടം വാങ്ങിയിട്ടില്ല. ലാസ്റ്റ് എക്കോയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് സെയില് നടക്കുന്നില്ല പൊതുവെ. ആഫ്റ്റർ റിലീസ് പടം ഹിറ്റ് ആണെങ്കിൽ അങ്ങനെ വാങ്ങുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പടങ്ങൾ കണ്ടിട്ട് അത്ര കോൺഫിഡൻസ് തോന്നുന്ന പടങ്ങൾ അവർ വാങ്ങുന്നുണ്ട്. ഇപ്പൊ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ഈ പടം അവർ കാണുകയും അവർക്ക് കണ്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിട്ട് സെയിൽ ആവാതിരിക്കുന്ന സമയത്ത് റീസെയിലായ പടവും കൂടിയാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. നിസിൻ ഭായ്, എത്ര വലിയ മീഡിയ ക്രൗഡിനായാലും ഇത്രയും മനോഹരമായിട്ട് തഗ് കൗണ്ടർ അടിക്കാനുള്ള കഴിവ് എവിടെ നിന്നാണ് കിട്ടിയോ? എനിക്കറിയില്ല.
ഈയിടെയായിട്ട് എല്ലാ സിനിമകളിലും ഭയങ്കര കരച്ചിലാണല്ലോ. പണ്ട് മലയാള സിനിമയിലെ ദുഃഖപുത്രിയായിട്ട് ശാരദ എന്നുള്ള നടിനെ പറഞ്ഞിരുന്നു. ഇപ്പൊ അതുപോലെ ഒരു ദുഃഖപുത്രി ആവുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണ് ഇത്ര ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രം ചൂസ് ചെയ്യുന്നതാണോ അതോ ഹാപ്പി ക്യാരക്ടേഴ്സിൽ ആരും ചൂസ് ചെയ്യുന്നില്ലേ? പൊന്മാനിൽ അത്ര വലിയ ദുഃഖപുത്രി എന്നാലും കുറെ കരഞ്ഞായിരുന്നു. ഇല്ല, അതിൽ കുറവാണ്. ഇല്ല, ഞാൻ കണ്ടതാ പടം, ഞാൻ കണ്ടതാ. അവസാനം മാത്രമേ കുറച്ച് കരഞ്ഞിട്ടുള്ളൂ. അതെ, ആ ഹസ്ബൻഡിന്റെ ആ ഒരു സംഭവത്തിൽ കരഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇത് എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇതെല്ലാം അങ്ങനെ കരച്ച് ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്ന പേടിയുണ്ടോ? ഇല്ല, കാരണം വേറെ വേറെ ജോണസിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പേടി. നിവിൻ ചേട്ടാ, ഒരു ചോദ്യം. നിവിൻ ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ വൈകിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് ഉണ്ട് നമ്മള്, ഞാൻ കുഞ്ഞിനെ ഭയങ്കര സങ്കടമായി. ഞാൻ പൈസക്ക് വേണ്ടി കൊടുത്തതാണ് പറഞ്ഞത്, പണയം വെച്ചു എന്നൊക്കെ പറഞ്ഞത്. അത് ഭയങ്കര, ഞാൻ സിനിമയിൽ വന്നിട്ട് ഞാൻ സാറിനോട് പോയിട്ട് തന്നെ 6-7 വർഷമായി. ഇന്നുവരെ പൈസയ്ക്ക് വേണ്ടി ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. സിനിമയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹിക്കുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് ഞാൻ കുഞ്ഞിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ തന്നെ കൊടുത്തത് സിനിമയെ ഞാൻ അതേപോലെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഒരുപാട് നെഗറ്റീവ് കമൻസ് വന്നു. അപ്പം വൈഫാനാണ് എന്നെ അത് കാണിക്കുമ്പം ഞാനത് പണയം വെച്ചു, പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്നതൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വരുമ്പോൾ ഭയങ്കര ഉള്ളിനൊരു അതാത്ത വിഷമമുണ്ട്. പക്ഷേ അങ്ങനെ കമൻറ്റുകൾ ഇടാതിരിക്കുക, ഒരു ലൈഫാണ്. താങ്ക് യു സോ മച്ച്.